everyone, welcome to Kids Area Online. Kids Area Online-ൽ ഏപ്രിൽ 1 മുതൽ വെക്കേഷൻ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ആവുകയാണ്. അപ്പോൾ എല്ലാ കുട്ടികൾക്കും ഏപ്രിൽ 1 മുതലാണ് വെക്കേഷൻ ക്ലാസ് കിഡ്സ് ഏരിയ ഓൺലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒത്തിരി ക്ലാസ്സസ് ഈ വെക്കേഷനിൽ കുട്ടികൾക്ക് നൽകുന്നുണ്ട്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, ബേസിക് ആയിട്ടുള്ള റീഡിങ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ്സസ്, അതായത് മലയാളവും ഇംഗ്ലീഷും ഹിന്ദിയും എഴുതാനും കൂട്ടി വായിക്കുവാനൊക്കെ ബുദ്ധിമുട്ടുള്ള ഒത്തിരി കുട്ടികളുണ്ട്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ വരുന്ന ഒത്തിരി കുട്ടികളുണ്ട്. അവർക്കായിട്ട് മലയാളം റീഡിങ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് നൽകുന്നുണ്ട്. ഇംഗ്ലീഷ് വേണമെന്നുള്ളവർക്ക് ഇംഗ്ലീഷിൻ്റെ റീഡിങ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ് നൽകുന്നുണ്ട്. ഹിന്ദി ആവശ്യമുള്ളവർക്ക് ഹിന്ദി റീഡിങ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ്സസ് നൽകുന്നുണ്ട്. നിങ്ങൾക്ക് മലയാളവും ഇംഗ്ലീഷും ഹിന്ദിയും ഒരുമിച്ചും ക്ലാസ്സസ് എടുക്കാം. അതുപോലെ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിന് വേണമെങ്കിലും എടുക്കാം. സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസ്, കുട്ടികൾക്കായി നല്ലൊരു സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസ് ഈ വെക്കേഷനിൽ ക്രമീകരിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷ് ഗ്രാമർ കുട്ടികൾ അറിഞ്ഞിരുന്നാൽ എളുപ്പത്തിൽ എക്സാം എഴുതാൻ അവർക്ക് സാധിക്കും. അതായത് തെറ്റൊന്നും കൂടാതെ അവരുടെ സ്വന്തം ക്രിയേറ്റിവിറ്റി, അവരുടെ മനസ്സിലെ ആശയങ്ങൾ എഴുതാനായിട്ട് അവർക്ക് ഒത്തിരി ഹെൽപ്ഫുൾ ആകും. മാത്തമെറ്റിക്സ് ബേസിക്, അതായത് അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ടേബിൾ മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ഇപ്പോഴും ബുദ്ധിമുട്ടുള്ള കുട്ടികളുണ്ട്. അവർക്കായിട്ട് മാത്സിൻ്റെ ബേസിക് ക്ലാസ്സസ് ഉണ്ട്. ഇങ്ങനെ ഒത്തിരി ക്ലാസ്സസ് കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നുണ്ട്. നെക്സ്റ്റ് ഇയർ മുതൽ STD 1 to STD 5 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ട്യൂഷൻ നൽകുന്നുണ്ട്. ഇപ്പോഴും ട്യൂഷൻ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ജൂൺ 1-ന് 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ട്യൂഷനും സ്റ്റാർട്ട് ആകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഏത് ക്ലാസ്സാണോ ആവശ്യം, ലൈവായിട്ടാണ് കേട്ടോ ക്ലാസ് ഉള്ളത്, ലൈവ് ക്ലാസ്സുകളാണ്. അതുപോലെ ഏതെങ്കിലും ദിവസം പങ്കെടുക്കാൻ കഴിയാതിരുന്നാൽ അതിൻ്റെ റെക്കോർഡ് ക്ലാസ്സസും കിട്ടുന്നതാണ്. നിങ്ങൾക്ക് ഏത് കോഴ്സാണ് ആവശ്യം, അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പർ ശ്രദ്ധിക്കുക. 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ നിന്ന് അയച്ചു തരുന്നതായിരിക്കും. ഓക്കെ, ഹലോ ഡിയർ ചിൽഡ്രൻ. 3ാം ക്ലാസ്സിൽ ഇംഗ്ലീഷ് എക്സാം ആയിരുന്നു. എക്സാം ഈസി ആയിരുന്നോ? എല്ലാ ക്വസ്റ്റ്യൻസും എഴുതിയോ? ഈസി ആയിരുന്നു അല്ലേ? അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് ഒന്ന് കണ്ടാലോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നിങ്ങൾക്കൊരു സ്റ്റോറി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ടീച്ചർ സ്റ്റോറി പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൽ നിന്നും നൽകിയിട്ടുള്ള ആ സ്റ്റോറിയുമായി ബന്ധപ്പെട്ട 5 ക്വസ്റ്റ്യൻസ് ആയിരുന്നു. മനു ലോസ്റ്റ് ഹിസ് കൈറ്റ് ബിക്കോസ്, അങ്ങനെയുള്ള എന്തുകൊണ്ടാണ് മനുവിന് കൈറ്റ് നഷ്ടമായത്? ഹൂ ഹെൽപ്പ് മനു ടു ഗെറ്റ് ഹിസ് കൈറ്റ് ബാക്ക്, ആ കൈറ്റ് തിരിച്ചു കിട്ടാൻ വേണ്ടി മനുവിനെ ഹെൽപ്പ് ചെയ്തത് ആരാണ്? വേർ ഡിഡ് മനു ഫൈൻഡ് ഹിസ് കൈറ്റ്, കൈറ്റ് എവിടെ നിന്നാണ് മനുവിന് കിട്ടിയത്? വാട്ട് ഡിഡ് മനു സീ ഇൻ ദ വാട്ടർ, വെള്ളത്തിൽ മനു കണ്ടത് എന്താണ്? അറ്റ് ദ എൻഡ് മനു വാസ് ഹാപ്പി ബിക്കോസ്, അവസാനം മനു നല്ല സന്തോഷത്തിലായിരുന്നു. കാരണം എന്ത്? ഇങ്ങനെ ചോദിച്ചിട്ടുള്ള 5 ചോദ്യങ്ങളാണ് ഒരു സ്റ്റോറി ടീച്ചർ പറഞ്ഞു തന്നു. ആ സ്റ്റോറിയുമായി ബന്ധപ്പെട്ട 5 ചോദ്യങ്ങൾ. രണ്ടാമതും അതുപോലെ തന്നെ കോംപ്രിഹെൻഷനാണ്. ഒരു സ്റ്റോറി ഇവിടെ നൽകിയിട്ടുണ്ട്, റീഡ് ആൻഡ് റൈറ്റ് സ്റ്റോറി നൽകിയിട്ടുണ്ട്. ആ സ്റ്റോറിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. ദ ഫാമേഴ്സ് ഗിഫ്റ്റ് എന്നാണ് സ്റ്റോറിയുടെ പേര്. ദ കിങ് ഗിഫ്റ്റഡ് ദ ഫാമർ മെനി ഗോൾഡ് കോയിൻസ്. ദ ഫാർമർ വെൻ ഹോം വിത്ത് ഗോൾഡ് കോയിൻസ്. ഹി വാസ് വെരി ഹാപ്പി. കിങ് ഫാമറിന് ഗോൾഡ് കോയിൻസ് കൊടുത്തു. ഗോൾഡ് കോയിൻസുമായിട്ട് ആ ഫാമർ വീട്ടിലെത്തി, വളരെ സന്തോഷത്തിലായിരുന്നു. അപ്പോൾ വൈഫ് ചോദിച്ചു, എവിടെ നിന്നാണ് ഈ ഗോൾഡ് കോയിൻ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, എൻ്റെ സത്യസന്ധതയ്ക്ക് രാജാവ് തന്നതാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഈ ഫാർമറും വൈഫും കൂടെ തീരുമാനിച്ചു ഈ കോയിൻസ് ഫ്രണ്ട്സിനും അയൽക്കാർക്കും ഷെയർ ചെയ്യാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ എല്ലാവരും ഹാപ്പിയായി. അങ്ങനെ ഒരു നൈബർ പറഞ്ഞു, യു ആർ സോ കൈൻഡ്, നീ ദയാലുവാണ്, ദയുള്ളവനാണ് എന്ന് ഈ ഫാർമറിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഫാർമർ തിരിച്ചു പറഞ്ഞു, ഐ എം ഹാപ്പി ടു ഷെയർ ദ കോയിൻസ്, ഈ കോയിൻസ് ഷെയർ ചെയ്യുന്നതിൽ ഞാനും ഹാപ്പിയാണെന്ന് ഫാർമർ പറഞ്ഞു. ഇങ്ങനെ ചെറിയൊരു സ്റ്റോറിയാണ്. അതിൽ നിന്നും കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഹു ഗേവ് ദ ഗോൾഡ് കോയിൻസ് ടു ദ ഫാർമർ, ആരാണ് ഫാർമറിന് ഗോൾഡ് കോയിൻസ് നൽകിയത്? കിങ് ആണ്. പിക്ക് ഔട്ട് ദ വേർഡ് മീൻസ് ട്രൂത്ത്ഫുൾനെസ്. ട്രൂത്ത്ഫുൾനെസ്, സത്യസന്ധതയുമായി ബന്ധപ്പെട്ട വാക്ക് ഏതാണ്? ഓണസ്റ്റി ആണ്. ഓണസ്റ്റി. വാട്ട് ഡിഡ് ദ ഫാർമർ ആൻഡ് ഹിസ് വൈഫ് ഡിസൈഡ് ടു ഡു വിത്ത് ഗോൾഡ് കോയിൻസ്, ഗോൾഡ് കോയിൻസ് എന്ത് ചെയ്യാനാണ് ഫാർമറും വൈഫും കൂടെ തീരുമാനിച്ചത്? ടു ഷെയർ ദം വിത്ത് ഫ്രണ്ട്സ് ആൻഡ് നെയ്ബേഴ്സ്. യു ആർ സോ കൈൻഡ്, ഹൂ സെഡ് ദിസ്? യു ആർ സോ കൈൻഡ് എന്ന് പറഞ്ഞത് ആരാണ്? ഫാർമേഴ്സിന്റെ വൈഫാണോ, ഫാർമേഴ്സിന്റെ നെയ്ബർ ആണോ, ഫാർമേഴ്സിന്റെ ഫ്രണ്ട് ആണോ, കിങ് ആണോ? ഫാർമേഴ്സ് നെയ്ബർ ആണ് പറഞ്ഞത്. വാട്ട് ഡിഡ് ദ ഫാർമർ സേ വെൻ ഹിസ് നൈബർ പ്രൈസ്ഡ് ഹിം? നമ്മുടെ ഫാർമറിനെ നല്ലതുപോലെ പുകഴ്ത്തി പറഞ്ഞപ്പോൾ
എന്താണ് ഫാർമർ പറഞ്ഞത്? നെയ്ബർ അങ്ങനെ പുകഴ്ത്തി പറഞ്ഞു. ഫാർമർ പറഞ്ഞത് എന്താണ്? ഐ എം ഹാപ്പി ടു ഷെയർ ദ കോയിൻസ്. ഈ കോയിൻ ഷെയർ ചെയ്യുന്നതിൽ ഞാൻ വളരെ സന്തോഷവാനാണ്. അപ്പോൾ ഇതായിരുന്നു രണ്ടാമത്തെ ആക്ടിവിറ്റി. ഇനി 3 മുതലുള്ള 6 ആക്ടിവിറ്റിയിൽ ഏതെങ്കിലും 3 എഴുതിയാൽ മതി. അതിൽ മൂന്നാമത്തെ ആക്ടിവിറ്റി കോൺവെർസേഷൻ ആയിരുന്നു. ഡൊറോത്തി ആൻഡ് ഹെർ ഡോഗ് Toto have just arrived in the land of Oz after a big storm. Now they are visiting the Wizard of Oz to ask for his help for going back home. അപ്പോൾ ഡൊറോത്തി വിസാർഡ് ഓഫ് ഓസിനോട് തിരിച്ച് നാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു അറിയാലോ, വിസാർഡ് എന്ന് പറഞ്ഞാൽ മന്ത്രവാദി. അപ്പോൾ ഹെൽപ്പിന് വേണ്ടി വന്നതാണ് ഡൊറോത്തി. അങ്ങനെ വിസാർഡ് ഓഫ് ഓസിൻ്റെ മന്ത്രവാദിയും ഡൊറോത്തിയും തമ്മിലുള്ള സംഭാഷണമാണ് മൂന്നാമത്തെ ആക്ടിവിറ്റി. അപ്പോൾ വിസാർഡ് ഓഫ് ഓസ് പറഞ്ഞു, വെൽക്കം, വെൽ ഡൺ ഡൊറോത്തി, യു സേവ് മീ ദ മഞ്ച്കിൻസ്, വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു? ഞാൻ നിനക്ക് എന്ത് ചെയ്യണം? അപ്പോൾ ഡൊറോത്തി മറുപടി പറയുന്നത്, പിന്നെ അങ്ങനെയുള്ള കോൺവെർസേഷനാണ് അടുത്ത് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് ആക്ടിവിറ്റി 4 സ്ലോഗൻ എഴുതാനാണ്. സ്ലോഗൻ ഏപ്രിൽ 23 സെലിബ്രേറ്റ് ചെയ്യുന്നത് വേൾഡ് ബുക്ക് ഡേ ആയിട്ടാണ്. ഇപ്പോൾ പ്രിപ്പയർ 2 സ്ലോഗൻസ് ടു ദ ഇമ്പോർട്ടൻസ് ഓഫ് ബുക്സ് ആൻഡ് റീഡിങ്. ബുക്സിൻ്റെയും വായനയുടെയും, പുസ്തകങ്ങളും വായനയും കുറിച്ചുള്ള ഇമ്പോർട്ടൻസിനെ ആസ്പദമാക്കി 2 സ്ലോഗൻ എഴുതുക എന്നുള്ളതായിരുന്നു ആക്ടിവിറ്റി 4. ആക്ടിവിറ്റി 5 Atmore lines, complete the song ആണ്. Dorothy and Toto were flying back home. They were very happy. Dorothy started to sing a song. Add more lines to the song. അപ്പോൾ ഡൊറോത്തിയും ഡൊറോത്തിയുടെ ഡോഗ് ടോട്ടോയും കൂടെ തിരിച്ച് നാട്ടിലേക്ക് പോവാണ്. അപ്പോൾ അവർ പോകുന്ന വഴിക്ക് ഡൊറോത്തി പാട്ട് പാടി. ആ പാട്ട് ഇവിടെ നൽകിയിട്ടുണ്ട്. മുകളിൽ കൂടെയാണല്ലോ പോകുന്നത്. അപ്പോൾ താഴെ കാണുന്ന കാഴ്ചകൾ. ഓവർ ദ ഹിൽസ് വി ഫ്ലൈ ലൈക്ക് പ്ലെയിൻസ്, ഗോയിങ് ബാക്ക് ടു സീ അവർ പ്ലേസ്. വി ഫീൽ സോ ഹാപ്പി, ഓ ഹഹാ, സിങ് വിത്ത് അസ്, ലാ ലാ ലാ. അപ്പോൾ ഇത് ലാസ്റ്റത്തെ 2 ലൈൻസ് അതുപോലെ നൽകിയിട്ടുണ്ട്. ആദ്യത്തെ 2 ലൈൻസ് പുതിയ വരികൾ ഉണ്ടാക്കി എഴുതുക എന്നുള്ളതാണ്. നെക്സ്റ്റ് വീണ്ടും ഈ 4 ലൈൻസും എഴുതുക എന്നുള്ളതാണ്. ഇങ്ങനെ ആഡ് മോർ ലൈൻസ് ആണ് അടുത്ത ആക്ടിവിറ്റി. ഇനി 6th ആക്ടിവിറ്റി കംപ്ലീറ്റ് ദ വേർഡ് വെബ് ആണ്. ജോബ്സ് ആൻഡ് ടൂൾസ് ആണ്. ഇവിടെ ബ്ലാക്ക് ബോർഡ് നൽകിയിട്ടുണ്ട്. ബോർഡ് ആരുടേതാണ്? ടീച്ചറിൻ്റെതാണ്. അതിവിടെ ഹാമറും ചിസലും തന്നിട്ടുണ്ട്. ഹാമറും ചിസലും ആരുടേതാണ്? വുഡ് വർക്കർ എന്ന് എഴുതിയാലും ശരിയാണ്, അല്ലെങ്കിൽ കാർപ്പൻ്റർ ആണ് ശരിയായ ഉത്തരം. കാർപ്പൻ്റർ. വുഡ് വർക്കർ എന്ന് എഴുതിയാലും ശരി തന്നെയാണ്, കാർപ്പൻ്റർ. ഇനി അടുത്തിവിടെ സ്റ്റെതസ്കോപ്പ് ആരുടേതാണ്? ഡോക്ടറിൻ്റെതാണ്, ഡോക്ടർ. കാർ, വണ്ടി ആരുടേതാണ്? ഡ്രൈവറാണ്. വണ്ടി ഓടിക്കുന്നത് ഡ്രൈവറാണ്. അതുപോലെ വരുന്നതാണ് നെക്സ്റ്റ് 2 കൂടി ഉണ്ട്. ഇവിടെ ബ്രൂം ഉണ്ട്. ബ്രൂം ആരുടേതാണ്? സ്വീപ്പറിൻ്റെതാണ്, സ്വീപ്പർ. പെയിന്റും ബ്രഷും ഒക്കെ ആരുടേതാണ്? പെയിന്റർ. ഇതായിരുന്നു ലാസ്റ്റ് ആക്ടിവിറ്റി, 6th ആക്ടിവിറ്റി. അപ്പോൾ എല്ലാവരും നല്ലതുപോലെ ചെയ്തുവല്ലോ, ആൻസർ നല്ലതുപോലെ എഴുതിയല്ലോ, ഈസി ആയിരുന്നില്ലേ? യെസ്, ഓക്കെ. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ, താങ്ക് യു.